വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, അങ്ങനെയാണ് അതിനകത്ത് കണ്ടത്. അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്, അത് നിയമവിരുദ്ധമല്ലാതെ ഇരിക്കെ, അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നിരിക്കെ, അതിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അതിന്റെ പേരിൽ അവരോട് ഒരു അയിത്തം കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇതിൽ നിലനിൽക്കുന്ന ഒരു സംഗതി. അത് ഈവൻ മൃഗങ്ങളിൽ വരെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് നാളുകളായിട്ട്. അതായത് അവർ ഈ ഒരു വിഷയം നേരിട്ട് പുറത്ത് വന്ന ആ ഒരു സമയം മുതൽ പലപ്പോഴായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുള്ളതാണ് അവരുടെ. ഇപ്പോ ആരിഫിക്ക ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ്, അതിലെ നൂറയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നേരത്തെ അറിയായിരുന്നു അവരെ? അല്ല, അത് നമ്മളതിനകത്ത് ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, അങ്ങനെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അവിടെ മറ്റൊരു മത്സരാർത്ഥി അതിനകത്ത് വന്നിട്ട് അങ്ങനെ ഒരു പറയുന്നു. അപ്പൊ അത് മോഹൻലാൽ ഇടപെടുന്നു. അങ്ങനെ ഇവരെ പിന്നെ നമുക്ക് പേഴ്സണലി അറിയാം കുറച്ച് നാളുകളായിട്ട്. അതായത് അവർ ഈ ഒരു വിഷയം നേരിട്ട് പുറത്ത് വന്ന ആ ഒരു സമയം മുതൽ പലപ്പോഴായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുള്ളതാണ്. അവരുടെ ഒരു സോഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, നമ്മളാലാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് സ്വന്തമായി ജോലി കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെ അങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്, നമ്മൾ മുന്നിൽ തന്നെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അഭിമാനമാണ്. കാരണം അങ്ങനെ തരണം ചെയ്ത് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ആ തുടക്കത്തിൽ നമ്മൾ കൊടുത്ത സപ്പോർട്ട് അവർക്ക് അപ്പോൾ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളതും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് വളർന്നു, അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനെ നിലനിന്ന് പോകുന്നൊരു സമയത്താണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് ചെല്ലുന്നതും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു ഡൈനാമിക്സ് എന്നൊക്കെ നമ്മൾ നേരിട്ട് പരിചയമുള്ള ഒരു ആളെന്ന നിലയ്ക്ക് അവിടെ അവർ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണുമ്പോൾ അവിടെയാണ് നമുക്ക് അതിനോടൊരു പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയതും അത് ചെയ്തത്. പിന്നെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരിവിടെ വരെയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളതാണ്. ഒരിക്കൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് കയറാം. വരുന്ന വഴിക്കാണ് എൻ്റെ വീട്, പാരൻസ് ഉള്ള സ്ഥലം. അപ്പൊ അവിടെ എന്നെ കയറ്റാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം, എന്താണെന്നൊന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ചായ കുടിക്കണോ അതോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെന്താ, നമ്മൾ അങ്ങോട്ടല്ലേ പോകണം, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു അതില്ല, അവിടുന്ന് ചായ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്രയും യാത്ര ചെയ്താണല്ലോ, ഒന്നീ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സമാധാനം പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് ചെന്ന് നോക്കാം, അവിടെ ചായ കിട്ടിയാൽ പിന്നെ അത് അങ്ങനെ ആയാലോ, പിന്നെ അല്ലെങ്കിൽ 2 ചായ കുടിക്കേണ്ടി വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ വീട്ടുകാരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ലൈസ് ആണ്. ആ ബിഗ് ബോസിലാ നടന്ന ആ വിഷയത്തിന്റെ അത് ഇപ്പൊ നടന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഗതി ഇതൊരു മുന്നേ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ആ ഒരു ഡിജാവു മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ചെന്ന സമയത്ത് എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ചായ തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല എന്ന് അവരുടെ അടുത്ത് നമുക്ക് ഈ പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഞാൻ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഇവരെൻ്റെ മുഖത്ത് നോക്കുകയാണ്, എല്ലാം മനസ്സിലായി, ഇപ്പൊ സമാധാനമില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അസൽ ബിരിയാണി ചായയും ഒക്കെ ആവശ്യത്തിന് കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പൊ ഇതൊരു വലിയൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് ഇപ്പൊ LGBTQ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ബ്രാക്കറ്റിൽ ഒരുപാട് ഐഡന്റിറ്റിയും അതുമായി ബന്ധപ്പെട്ട കുറെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ആദില നൂറ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്, അത് നിയമവിരുദ്ധമല്ലാതെ ഇരിക്കെ, അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നിരിക്കെ, അതിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അതിന്റെ പേരിൽ അവരോട് ഒരു അയിത്തം കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ആധുനിക സമൂഹത്തിന് ചേർന്നല്ല. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഹോമോഫോബിയ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവിടെ കടന്നു വരുന്നത്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അത് ഹെറ്ററോസെക്ഷൽ അല്ല എന്നതിന്റെ പേരിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരോടൊരു എതിർപ്പ്, അവരെ അകറ്റി നിർത്തുക, അവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടവരാണെന്ന് ചിത്രീകരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോമോസെക്ഷൽസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും അല്ലെങ്കിൽ ബിൽഡിംഗ്, ഇപ്പോൾ ഇസ്ലാമിലെ നിയമം പറയുന്നത് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലാണെന്നാണ് പറയുന്നത്, അതാണ് അതിലെ നിയമം. അതിനോടുള്ള ഒരു വിയോജിപ്പുണ്ട്, അത്തരം നിയമങ്ങൾ. അപ്പോൾ
അവർക്ക് ബയോളജി അറിയാത്തതിന്റെ പേരിലാണ് ഈ സംഗതി ഇങ്ങനെ നിലപാടെടുക്കുന്നത്. ഇതും ഒരു നോർമൽ ഒരു സംഗതിയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുജാഹിദ് ബാലുശ്ശേരിയും അതിനെ സംബന്ധിച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. കേട്ടോന്ന് എനിക്കറിയില്ല. അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് അവർ വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ വാപ്പയും ഉമ്മയും അവര് കല്യാണം കഴിച്ചത് സ്വന്തം ഇതേപോലെ ഹോമോസെക്ഷൽസിനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നോ മമ്മൂട്ടി ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് വിശ്വാസികൾക്കൊക്കെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഇത് നല്ല ചോദ്യമാണല്ലോ എന്നൊക്കെ തോന്നി കൈയടിക്കാനൊക്കെ തോന്നും. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സമൂഹം എടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ പെർസെൻറ്റേജ് എപ്പോഴും ഇതുപോലുള്ള ട്രൈറ്റ്സ് കാണിക്കുന്നുണ്ട്. അതാണ് സയൻസ് പറയുന്നത്. അത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇതിൽ നിലനിൽക്കുന്ന ഒരു സംഗതി. അത് ഈവൻ മൃഗങ്ങളിൽ വരെ നിലനിൽക്കുന്ന കാര്യങ്ങളാണത്. എന്ന് വെച്ചാൽ ജീവവർഗത്തിൽ അതുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ സംഗതിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകൾ ഇതുപോലുള്ള യമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് അത് ഒരു മതത്തിന്റെ ഒരു ഇൻസുലേഷൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ എതിർത്ത് പറയുന്ന ആളുകളെ വിരുദ്ധർ എന്നുള്ള ചാപ്പ അടിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിരുദ്ധർ എന്നുള്ളതൊക്കെ പറഞ്ഞ് അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. അത് സത്യത്തിൽ ഈ ഹോമോഫോബിയ എന്ന് പറയുന്ന വിഷയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതാണ് നമുക്ക് ഇതിനകത്തുള്ള വിഷയം. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത്.